എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വഴിപാട് ഗുണങ്ങൾ എന്തൊക്കെയാണ്? അഭീഷ്ടസിദ്ധിക്കായി നാം ദേവന് സമർപ്പിക്കുന്ന ഉപഹാരമാണ് വഴിപാട്. പല വഴിപാടുകളെക്കുറിച്ചും നമുക്ക് അറിയാമെങ്കിലും അത് ആർക്ക് എപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പലർക്കും പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ക്ഷേത്ര വഴിപാടുകൾ എത്ര ചെയ്തിട്ടും ഫലസിദ്ധി ലഭിക്കുന്നില്ലെന്ന് ചിലപ്പോഴെങ്കിലും നാം ഓർക്കാറുണ്ട്. ഓരോ ദേവതകൾക്കും ഇഷ്ട വഴിപാടുകൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. അത് ആ ദേവന് സമർപ്പിച്ചാൽ ഫലസിദ്ധി ഉറപ്പായും ലഭിക്കുന്നതാണ്. കാര്യസിദ്ധിക്കായി നാം സമർപ്പിക്കേണ്ട വഴിപാടുകളും വ്യത്യസ്തങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നാം ദേവന് സമർപ്പിക്കുന്ന വഴിപാടുകൾ തീർച്ചയായും നമുക്ക് ഫലത്തെ നൽകുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ഓരോ ദേവീദേവന്മാർക്കും അവരുടെ ഇഷ്ട വഴിപാടുകളും അവ കഴിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളും എന്തൊക്കെയാണ് ഓരോ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് ശ്രീ ഗണപതിയുടെ ഇഷ്ട വഴിപാടുകളും ആ വഴിപാടുകൾ നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളുമാണ്. ശ്രീ ഗണപതി ഹോമം നടത്തുന്നത് കൊണ്ടുള്ള ഗുണഫലം: നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങൾ നീങ്ങുവാനും അതിനോടൊപ്പം തന്നെ ഐശ്വര്യവർദ്ധനവിനുമായിട്ട് ഗണപതി ഹോമം ചെയ്യാവുന്നതാണ്. ഇനി ഗണപതി ഹോമം നമ്മുടെ വീടുകളിലാണ് നടത്തുന്നത് എങ്കിൽ പൈശാചിക ശക്തി നിവാരണം, രോഗനിവാരണം, ഐശ്വര്യവർദ്ധനവ് എന്നിവയാണ് ഗുണഫലം. ഇനി ഗണപതിക്ക് അപ്പം, അട, മോദകം ഇവ നടത്തിയാൽ ധനധാന്യ സമൃദ്ധി, അതിനോടൊപ്പം തന്നെ ഐശ്വര്യം. നാളികേരം ഉടയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണഫലം: വിഘ്ന നിവാരണത്തിനും ശിരോരോഗ നിവാരണത്തിനുമാണ് നാളികേരം ഉടയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണഫലം. ഗണപതി സന്നിധിയിൽ ഏത്തമിടുന്നത് കൊണ്ടുള്ള ഗുണഫലം: പ്രായശ്ചിത്തം, പാപഹരം. ഇനി പുഷ്പാഞ്ജലിയാണ് നടത്തുന്നത് എങ്കിൽ അതിൻ്റെ ഗുണഫലം ഇതാണ്: വിദ്യാലാഭം, അതിനോടൊപ്പം തന്നെ ഐശ്വര്യം. ഇനി ഗണപതിക്ക് ചെമ്പരത്തിമാലയാണ് സമർപ്പിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഗുണഫലം ഇതാണ്: ശത്രുദോഷ നിവാരണം. അടുത്തതായി കറുകമാല സമർപ്പിക്കുന്നതിൻ്റെ ഗുണഫലം: രോഗശാന്തി, ഐശ്വര്യലബ്ധി. അടുത്തതായി പട്ട് സമർപ്പിക്കുന്നതിൻ്റെ ഗുണഫലം അഭീഷ്ടസിദ്ധിയാണ്. അടുത്തത് ഗണപതി ദേവന് മുഴുക്കാപ്പ് നടത്തുന്നതിൻ്റെ ഗുണഫലം: പ്രവൃത്തി മണ്ഡലത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിന്. ഗണപതി ദേവന് സിന്ദൂരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലുള്ള ഗുണഫലം: ഗണപതി ദേവന് ബുധനാഴ്ചകളിൽ സിന്ദൂരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും ഇല്ലാതാകുകയും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചിതരാവുകയും ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഗണപതി ദേവന് വിശേഷാൽ നടത്തുന്ന പുഷ്പാഞ്ജലികളും അവയുടെ ഗുണഫലങ്ങളുമാണ്. കറുക പുഷ്പാഞ്ജലി തടസ്സം നീങ്ങുന്നതിന്. മുക്കുറ്റി പുഷ്പാഞ്ജലി കാര്യലാഭം. അഷ്ടോത്തരാർച്ചന മനഃശാന്തി, പാപശാന്തി. ദ്വാദശ മന്ത്രാർച്ചന വിജയം നേടാൻ. ഗണേശ ശുക്താർച്ചന നടത്തുന്നത് ദാരിദ്ര്യശാന്തിക്കായി. സഹസ്രനാമാർച്ചന നടത്തുന്നത് ഐശ്വര്യസിദ്ധിക്കായി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഗണപതി ദേവന് നടത്താവുന്ന വഴിപാടുകളും പുഷ്പാഞ്ജലികളും. വരും അധ്യായങ്ങളിൽ മറ്റ് ദേവീദേവന്മാരുടെ ഇഷ്ട വഴിപാടുകളും ഗുണങ്ങളും പങ്കുവെക്കാം. എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈയൊരു അധ്യായം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.